ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1793. ഇന്ന് നവംബർ മാസം 27-ാം തീയതി, 332-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. പുതിയ നിയമപുസ്തകത്തില് അതൊന്ന് വേറിട്ടെടുത്താല് എത്ര കനം കുറഞ്ഞ ഭാഗമാണ്. എന്നാൽ അതിനകത്ത് എന്തുമാത്രം അഗാധമായ ക്രിസ്തു മൂല്യങ്ങളുടെ സാധാരണ വിശദീകരണമുണ്ട്. വായിക്കാതെ വിട്ടുപോകരുത് കേട്ടോ. പ്രത്യേകിച്ച് 4-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് വലിയൊരു ഭാരമായി മാറും ഏതൊരാൾക്കും. ഏതാണ് ജീവിതകാലം മുഴുവനും ചെയ്യേണ്ട നന്മ ഏതെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത്, ചെയ്യേണ്ട നന്മ ഏതൊക്കെയാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തെ ദൈവം നേരിടുമ്പോൾ ആ കൃത്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് തമ്പുരാൻ തിടുക്കം കൂട്ടുന്നതിനേക്കാളും മുമ്പ് എന്റെ ജീവിതത്തിലെ സുഹൃതങ്ങളായിരിക്കും പരിശോധിക്കുക. 1-2 ഒക്കെ കാണുമായിരിക്കും, അല്ലേ? രണ്ടാമത് തമ്പുരാൻ ശ്രദ്ധിക്കുക എന്റെ അകൃത്യങ്ങളുടെ പട്ടികയിലേക്കാണെന്ന് നിങ്ങൾ കരുതണ്ട. അത് 3-ാമത്തേതിലേക്ക് ദൈവം മാറ്റിവെക്കാനാണ് സാധ്യത. 1-ാമത് എന്തായാലും എന്റെ സുഹൃതങ്ങളുടെ ശുഷ്കമായ പട്ടിക പരിശോധിച്ച് ദൈവം ശരിക്കും നിരാശപ്പെട്ടിരിക്കുക. 2-ാമത് നീണ്ട 1000-ഓളം പേജുള്ള അകൃത്യങ്ങളുടെ പുസ്തകവും ധൃതി വെച്ച് തുറക്കില്ല. തുറക്കും, നോക്കും, വിധിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ 2-ാമത് ചെയ്യാമായിരുന്നിട്ടും ഞാൻ ചെയ്യാതെ പോയ, അത് അറിവോടും അറിവില്ലാതെയും ഒക്കെ ചെയ്യാതെ പോയ നന്മകളുടെ പട്ടികയാണ്. അത് ദൈവം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചതാണ്. ഓർത്തു നോക്കിയ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യാമായിരുന്ന എന്തുമാത്രം നന്മകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ അവഗണിച്ചു കളഞ്ഞിട്ടുണ്ട്. കുറെ കൂടി ഹൃദയം തുറന്നു പറഞ്ഞാൽ, ക്ഷമിക്കണം, അവനവന്റെ കുഞ്ഞുങ്ങൾക്കല്ലാതെ ഒരു നോട്ട് ബുക്കോ ഒരു പെൻസിലോ പേനായോ ഒരു ഉടുപ്പോ വാങ്ങിച്ചു കൊടുത്ത എത്ര അപ്പനമ്മമാര് നമുക്കിടയിലുണ്ട്. ഇല്ലെന്നല്ല, തീർത്തും ഇല്ലെന്ന് പറയുകയുമല്ല, ഒരുപാടുള്ളത് കൊണ്ടാണല്ലോ ഞാൻ പോലും ഇത്രയും കാലം ഇവിടെ വരെ എത്തിയത്. എന്നാലും സ്വയം ഒന്ന് ചോദിക്കാം, അവനവന്റെ മക്കൾക്കല്ലാതെ ഒരു സ്ലേറ്റോ കല്ല് പെൻസിലോ നോട്ട് ബുക്കോ പെൻസിലോ പേനായോ ഒരു ഉടുപ്പോ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത എത്ര അപ്പനമ്മമാര് ഭൂമിയിലുണ്ട്. ചെയ്യാമായിരുന്ന നന്മകള് ചെയ്യാതിരിക്കുന്നതാണ് ദൈവം മുമ്പാകെ ഏറ്റവും വലിയ അകൃത്യമായി മാറുന്നത്. ആമേൻ.